ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 12 മുതൽ 14 വരെ. ആകയാൽ ശബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. പിന്നെ ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ നീട്ടി, അത് മറ്റേതുപോലെ സൗഖ്യമായി. പരീശന്മാരോ പുറപ്പെട്ട് അവനെ നശിപ്പിപ്പാൻ വേണ്ടി അവന് വിരോധമായി തമ്മിൽ ആലോചിച്ചു. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശു ദേവാലയത്തിൽ പ്രവേശിച്ചു. അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യൻ, ദീർഘകാലമായി കൈ സ്വസ്ഥതയില്ലാത്ത മനുഷ്യൻ യേശുവിൻ്റെ സാന്നിധ്യത്താൽ സൗഖ്യമാകുന്ന വലിയ ശുശ്രൂഷയാണ് നമ്മളിവിടെ കാണുന്നത്. എന്നാൽ യേശു ശബത്ത് നാളിൽ ഇങ്ങനെയുള്ള വീര്യപ്രവർത്തികൾ ചെയ്യുമോ എന്ന് പരീക്ഷിക്കേണ്ടതിന് ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ എന്ന് അവനോട് ചോദിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് കർത്താവ് പറയുന്നത്, നിങ്ങളിൽ ഒരുത്തന് ഒരാടുണ്ടായിരുന്നു, അത് ശബത്തിൽ കുഴിയിൽ വീണാൽ അതിനെ പിടിച്ചു കയറ്റുകയില്ലയോ? എന്നാൽ മനുഷ്യൻ ആടിനേക്കാൾ വിശേഷതയുള്ളവൻ, ആകയാൽ ശബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം എന്നാണ് ഉത്തരം പറഞ്ഞത്. വിശ്വാസികൾ പ്രവൃത്തികളെ കാണുന്നത് മറ്റൊരു വീക്ഷണ കോണത്തിൽ കൂടിയാണ്. നമ്മൾ ചെയ്യേണ്ട പ്രകാരം ദൈവമഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുവെങ്കിൽ നാം നന്നായി ചെയ്യുന്നു. അതുകൊണ്ട് ആഴ്ചയിലെ എല്ലാ ദിവസവും നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും. ശബത്തിൽ വേല ചെയ്യുന്നത് അതിൽ തന്നെ തെറ്റല്ല. എന്നാൽ അവിടെ ആവിർഭവിക്കുന്ന വിഷയം നമ്മുടെ പ്രവർത്തനം ദൈവമഹത്വത്തിന് വേണ്ടിയാണോ എന്നുള്ളതാണ്. കർത്താവ് അവൻ കൈ നീട്ടുവാൻ കൽപ്പിച്ചു. അവൻ്റെ കൽപ്പനയിൽ ശക്തിയും അടങ്ങിയിട്ടുണ്ട്. ആ കൈയ്യ് മറ്റേതുപോലെ സൗഖ്യം പ്രാപിച്ചു. മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണത, ജീവിക്കാനുള്ള ശേഷി, സാഹചര്യം, ഇതെല്ലാം ഒരാൾക്കുണ്ടാകുമ്പോഴാണ് ജീവിതം അർത്ഥവത്താകുന്നത്. ഈ ഒരു പ്രവർത്തനം വിശ്വാസം ഉളവാക്കുന്നതിന് പകരം ശബത്തിൻ്റെ കർത്താവിനേക്കാൾ ഉപരിയായി ശബത്തിനെ പരിഗണിക്കുന്ന പരീശന്മാർ അവനെ എങ്ങനെ കൊല്ലാം എന്ന് ചിന്തിക്കുന്നു. ഈ സംഭവം മർക്കോസ് 3-ാം അധ്യായത്തിലും ലൂക്കോസ് 6-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നതാണ്. മർക്കോസ് കൂടുതൽ വിശദീകരണം തരുന്നുണ്ട്. അവൻ നടുവിൽ എഴുന്നേറ്റ് നിൽക്കാൻ യേശു കൽപ്പിക്കുന്നതായി അവിടെ കാണും. തുടർന്ന് അവരോട് ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ നല്ലതെന്ന് ചോദിച്ചതിന് അവർ മൗനമായിരുന്നു. യേശു അവരുടെ ഹൃദയകാഠിന്യം നിമിത്തം ദുഃഖിച്ചു. കോപത്തോടുകൂടെ നോക്കിയിട്ട് അവനെ സൗഖ്യമാക്കിയെന്ന് കാണുന്നു. അപ്പോൾ പരീശന്മാർ പുറപ്പെട്ട് അവനെ നശിപ്പിക്കേണ്ടതിന് ഹേരോദ്യരുമായി ആലോചന കഴിച്ചു. നമ്മുടെ നീതിയും കരുണയും നിയമങ്ങളെക്കാൾ കവിഞ്ഞു വരുന്നില്ലെങ്കിൽ അത് ക്രിസ്തീയമല്ല എന്നതാണ് വാസ്തവം. പലപ്പോഴും നമ്മുടെ ചില പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങൾ, ചില ചടങ്ങുകൾ, അത് നന്മയ്ക്ക് വേണ്ടി വഴി മാറിക്കൊടുക്കണം. മറ്റൊരു മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ചില പാരമ്പര്യ വിധികൾ വഴിമാറി കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ ക്രിസ്തീയ നിലപാടിൽ നിൽക്കുന്നവരല്ല എന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ട് കർത്താവ് ഒരു മനുഷ്യൻ്റെ നന്മയാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുകയും അവന് സൗഖ്യം നൽകുകയും ചെയ്യുമ്പോൾ ഹേരോദ്യരുമായി കൂടിയാലോചന കഴിച്ച് കർത്താവിനെ കൊല്ലാൻ അവർ പുറപ്പെടുന്നു. അതിനുള്ള വഴികളൊക്കെ ഒരുക്കുന്നു എന്നാണ് ഈ വേദഭാഗം നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് നന്മ ചെയ്യുന്ന മനുഷ്യൻ പലപ്പോഴും വിമർശിക്കപ്പെടും.
അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് നന്മ ചെയ്യാതിരിക്കരുത്. വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയാലും നന്മ ചെയ്യുക, ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അതാണ് നമ്മുടെ ധർമ്മം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, പുതിയ ദിനത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പുതിയ ദിനം പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു. നന്മ ചെയ്യാൻ ഞങ്ങളുടെ കരങ്ങളെയും ഞങ്ങളുടെ മനസ്സുകളെയും അവിടുന്ന് ശുദ്ധീകരിക്കണമേ. കർത്താവെ, പ്രമാണങ്ങളെക്കാൾ ഉപരിയായി ദൈവവചനത്തെ സ്നേഹിപ്പാനും നന്മയിൽ അധിഷ്ഠിതമായി ചിന്തിപ്പാനും പ്രവർത്തിപ്പാനും ഇന്ന് പകലിൽ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. യേശു മശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹവും ആലോചനയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.